ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു വീഡിയോയിലൂടെ. നിങ്ങൾക്ക് സുഖമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അല്ലേ? ഇപ്പോഴും ഞാനൊരു 10-12 ദിവസമായിട്ട് മുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നാ പൊങ്ങിയത്. അതിന് പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു ക്രീമിന്റെ സെയില് ഓൺലൈനിൽ തുടങ്ങിയായിരുന്നു. ഞാൻ വീഡിയോ ചെയ്തു ഈ ക്രീമിനെ കുറിച്ച്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരെ ഇത് എവിടെ കിട്ടും മാം, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് എത്ര എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയയാണ്, ഇതൊന്ന് സെയിൽ ചെയ്താൽ കുറെ പേർക്ക് ഗുണകരമാവുമല്ലോ, ഞാൻ അനുഭവിച്ച ഗുണം അവരും അനുഭവിച്ചറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അത് പിന്നെ ഒരു സെയിലായിട്ടങ്ങ് തുടങ്ങി. ജനുവരി 1-നാണ് ഈ ഓൺലൈനിൽ കൊറിയർ വഴി ഇത് അയക്കാൻ തുടങ്ങിയത്, ദൂരെ ഉള്ളവർക്കായിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരു ഇടയ്ക്ക് 3-4 ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. 2-3 യാത്രകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നേരം ബൾക്കായിട്ടൊരു ഓർഡർ വന്നിട്ട് മെസ്സേജസ് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാനും പറ്റിയില്ല. പിന്നെ വന്നപ്പോഴത്തേനും കുറേ ഓർഡർ വന്നു കിടന്നത് കൊണ്ട് ഞാൻ 1-2 പേരെ ഹെൽപ്പിന് കൂട്ടി. എന്നിട്ട് അതെല്ലാം DTDC കൊറിയറിൽ അയക്കണം, പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം. ഇതെല്ലാം സോർട്ട് ചെയ്ത് മാറ്റി വെച്ച് ഞങ്ങൾ ഒരു തിരക്ക് പിടിച്ച് പോസ്റ്റ് ഓഫീസിൽ അയച്ചു, DTDC കൊറിയറിൽ അയച്ചു, ട്രൈക്കോൺ കൊറിയറിൽ അയച്ചു. ട്രൈക്കോണിലാണ് ഞാൻ സ്ഥിരമായിട്ട് അയക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി ലേശം കൺഫ്യൂഷൻ ആയിപ്പോയി. പോസ്റ്റൽ വഴി ഓർഡിനറി പോസ്റ്റിൽ അയച്ചിട്ടാണോ എന്തോ കിട്ടാൻ കുറെ ലേറ്റ് ആകുന്നു, കുറച്ച് കസ്റ്റമേഴ്സ് കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ആകെ പ്രതിസന്ധിയിലായി. അപ്പം ഞാൻ ഇതൊക്കെ നിർത്തിയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ജനുവരി ആദ്യം ഇത് വാങ്ങിയ 1-2 കസ്റ്റമേഴ്സ് തൃശ്ശൂരൊക്കെ ഉള്ളവരാണ്, ടീച്ചേഴ്സൊക്കെയാണ്. അവരോട് ഞാൻ പേഴ്സണലായിട്ട് ഇക്കാര്യം ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിർത്തരുത് ടീച്ചറെ, ഞങ്ങൾ അന്ന് 1 ബോട്ടിലല്ലേ വാങ്ങിയുള്ളൂ, അത് നല്ല ഗുണമുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി 2 ബോട്ടിലും കൂടി അയക്കണം എന്ന് പറഞ്ഞ് അവർ പേയ്മെന്റ് ചെയ്തു. അതുപോലെ വിളിച്ച കുറച്ച് കസ്റ്റമേഴ്സിന്റെ കോൾസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവരോടും ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്തു. അവരും പറഞ്ഞു, നിർത്തല്ലേ, ഇത് നല്ല ക്രീമാണ്, ടീച്ചർ നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും, ഞങ്ങൾ ഉപയോഗിച്ചു, വളരെ യൂസ്ഫുൾ ആണ്, ടീച്ചർ നിർത്തിപ്പോയാൽ ഞങ്ങൾക്ക് ഇനി തുടർന്ന് ഉപയോഗിക്കാൻ ഇത് എങ്ങനെ കിട്ടും, അതുകൊണ്ട് നിർത്തല്ലേ, സ്റ്റാർട്ടിങ് ട്രബിളായി പരിഗണിച്ച് മുമ്പോട്ട് പോകൂ എന്നൊരു ധൈര്യം തന്നു, ഊർജം തന്നു. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും ഫുള്ളായിട്ടുള്ള ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയത് കൊണ്ട് ഇത് ഞാൻ നിർത്തുന്നില്ല, മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് വീണ്ടും മുങ്ങിയടുത്ത് നിന്ന് പൊങ്ങിയതാണ് കേട്ടോ. അപ്പോഴ് ഇതുവരെയുള്ള ഡേറ്റിൽ പേയ്മെന്റ് ചെയ്തവരുടേതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേ മുമ്പോട്ട് പോകുന്നുള്ളൂ എന്ന ഒരു ഉറച്ച നിലപാടിൽ ഇപ്പോഴ് ഞാൻ അധികം പേയ്മെന്റ് സ്വീകരിക്കാറില്ല. ഞാൻ മെസ്സേജസ് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടുകയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ക്രീമിന്റെ ഗുണങ്ങൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. പക്ഷേ ഇത് ഞാൻ വിട്ട് കളയുന്നുമില്ല എന്ന നിലപാടിൽ ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, കൊറിയർ ഓഫീസിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ജനുവരിയിലൊക്കെ പേയ്മെന്റ് ചെയ്തവരുടെ എല്ലാം പഴയ റെസീറ്റ് എല്ലാം തപ്പി നോക്കിയെല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയെല്ലാം റെഡിയാക്കി. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഞാൻ കൊറിയർ ഓഫീസിൽ പോകാൻ വേണ്ടി ഇനിയും അയക്കാത്തവരുടെ ഇതൊക്കെ അയക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ ഇങ്ങനെ കണ്ടോ റെഡിയാക്കി ഇരിക്കുകയാണ്. ദാ ഒരു ബണ്ടിലുണ്ട്, അഡ്രസ്സ് എഴുതിയ കവർ, ഇത് കണ്ടോ എല്ലാം എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നയക്കും. പിന്നെ ഫെബ്രുവരി 5, 6, 7, 8, 9 തീയതികളിൽ ഞാൻ പുതിയ വീഡിയോസ് ഒന്നും ഇടാതിരുന്നിട്ട് കൂടി എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ട പുതിയ കസ്റ്റമേഴ്സ് കുറച്ച് പേര്, വളരെ കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവർ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരുടേത് ഞാൻ നാളെ അയക്കുള്ളൂ കേട്ടോ. അപ്പം ഫെബ്രുവരി 1, 2, 3 തീയതികൾ വരെ ഉള്ളത് ക്ലിയർ ചെയ്ത് അതെല്ലാം എഴുതി. ഇനി ബാക്കി എഴുതിക്കൊണ്ടിരുന്നാൽ എനിക്ക് കൊറിയർ ഓഫീസിൽ പോകണം, പോസ്റ്റ് ഓഫീസിൽ പോകണം. എന്നിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം അവർ പിൻകോഡ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കണ്ടേ അവരുടെ കമ്പ്യൂട്ടറിൽ, എന്നിട്ടല്ലേ ഇത് പോകുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ പോകുകയല്ലെങ്കിൽ ഇപ്പുറത്തെ കൊറിയർ ഓഫീസിൽ പോകണം, അവിടെയും പോകുകയല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോകണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും എന്നെ വാട്സപ്പിൽ കാണുന്നത് കൊണ്ട് ഓൺലൈനിൽ ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. പക്ഷേ ഞാൻ ഈ ഓൺലൈനിൽ ഇരിക്കുന്ന സമയം അഡ്രസ്സ് എഴുതുകയായിരിക്കും. എല്ലാം എൻ്റെ ഈ ഫോണിൽ നിന്നാണല്ലോ ചെയ്യുന്നത്. ചിലപ്പോൾ മെസ്സേജസ് ഓപ്പൺ ചെയ്ത് റിപ്ലൈ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് എഴുതുകയായിരിക്കും. അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൊറിയർ ഓഫീസിലായിരിക്കും. ഇതെല്ലാം ചെയ്യണ്ടേ, അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത്. എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്.
എല്ലാ കസ്റ്റമേഴ്സിനോടും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഇങ്ങനെ സന്തോഷമായിട്ട് സംസാരിക്കാനും ഒക്കെ ഇഷ്ടം തന്നെയാണ്. നമുക്ക് ചുറ്റും ഒരു പറ്റം നല്ല ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. പക്ഷെ നമുക്കൊരു ദിവസം എത്ര കോൾ അറ്റൻഡ് ചെയ്യാനാവും ആലോചിച്ച് നോക്കിക്കേ. ഞാനാണെങ്കിൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചങ്ങ് സംസാരിക്കും, അങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം. പെട്ടെന്നൊരു 2 കാര്യം മാത്രം, 1-2 കാര്യം മാത്രം പറഞ്ഞിട്ട് അറുത്തുമുറിച്ച് പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചങ്ങ് സംസാരിക്കും ഓപ്പണായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം ഒരു 10 കോൾ അറ്റൻഡ് ചെയ്യാൻ പോയാൽ പിന്നെ ഒന്നും നടക്കുകയില്ല. വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത്. അതുകൊണ്ട് കോൾ വിളിച്ചിട്ട് കിട്ടാത്തവരാരും പരിഭവം വിചാരിക്കേണ്ട, ടീച്ചറിനോട് പിണങ്ങണ്ട, വിഷമിക്കുകയും വേണ്ട കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്തോളൂ. എത്ര നീളമുള്ള മെസ്സേജ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാലും ഞാനത് സമയമുള്ളപ്പോൾ ക്ഷമയോടെ കേട്ടിട്ട് റിപ്ലൈ ചെയ്യും. അതാകുമ്പോൾ എനിക്ക് രാത്രിയിൽ നോക്കാം, അല്ലേ, അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കാം. കോൾ ആകുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ എടുക്കണ്ടേ, അതൊന്ന് മനസ്സിലാക്കണേ. പിന്നെ എന്താണെന്ന് ചോദിച്ചെന്നാല് ഞാൻ ഇന്ന് പോയി ഇതൊക്കെ ഒന്ന് അയച്ചിട്ട് വരട്ടെ കേട്ടോ. ഒത്തിരി വീഡിയോയിലാണേലും കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയിപ്പോൾ ഇത് ഇന്ന് അയക്കൽ വീണ്ടും പെൻഡിങ്ങിലാകും. അതുകൊണ്ട് ഞാൻ പോകുവാണേ. ഇത്രയൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ടൈം ഉണ്ടെങ്കിൽ കൊറിയറുകാരുടെ വണ്ടി അവിടുന്ന് വിടുന്നത് വരെ ബാക്കി എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ 4, 5, 6, 7, 8 തീയതികളിലൊക്കെ പേയ്മെന്റ് ചെയ്തവരുടെ കൂടെ അയക്കാൻ പരമാവധി നോക്കുവേ. അത് നമ്പർ കുറവാണ്, അതുകൊണ്ട് ചിലപ്പം പറ്റിയേക്കും. ഇല്ലെങ്കിൽ അത് ഇന്ന് വൈകിട്ട് നാളെ രാവിലെയും റെഡിയാക്കിയിട്ട് എന്തായാലും നാളെ തന്നെ അയക്കും. അതിന് പിന്നെ മാറ്റം ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴൊക്കെ ആർക്കും കിട്ടാതെ വരില്ല. ദാ വാങ്ങിയവരൊക്കെ പിന്നെയും വാങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ല ക്രീമാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മക്കൾക്ക് കൊടുത്തു വിടാനാണ് വിദേശത്തേക്ക് കൊറിയർ ചാർജ് അധികമായതുകൊണ്ട്, ഷിപ്പിംഗ് ചാർജ് ഹൈ ആയതുകൊണ്ട് അവിടുന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോരുമ്പം കൊടുത്തു വിടാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഓർഡറുകൾ വരുന്നുണ്ട്. എല്ലാം ഞാൻ കൈകാര്യം ചെയ്യും, എല്ലാവർക്കും തരും, ആരും അക്ഷമരാകണ്ട. പക്ഷേ ഇങ്ങനെ കുറച്ച് താമസം വരുന്നുണ്ട് പല കാര്യങ്ങളുള്ളത് കൊണ്ടേ. അപ്പോഴെന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടു, അപ്പോഴേ ഞാൻ പ്രതികരിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ബേജാറാവണ്ട. ഞാൻ അതെല്ലാം നോക്കും. ഞാൻ മിക്കവാറും മെസ്സേജസ് നോക്കുന്നത് രാത്രിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പകല് നേരത്തെ പേയ്മെന്റ് തന്നവരുടെ അഡ്രസ്സ് എഴുതുന്നു, ഞാൻ പറഞ്ഞല്ലോ കൊറിയർ ഓഫീസിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാത്രിയിൽ മെസ്സേജ് നോക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അല്ലെങ്കിലും പകല് മെസ്സേജ് നോക്കാൻ പോയാൽ പിന്നെയും ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും, അപ്പോഴെപ്പോഴും നോക്കണ്ടേ. രാത്രിയിലാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് വന്ന മെസ്സേജസ് മൊത്തം രാത്രിയിൽ നോക്കിയിട്ട് അതിന് റിപ്ലൈ ചെയ്യാമല്ലോ. ഇനി അങ്ങനെ ഒരു കൃത്യതയോട് കൂടി പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് കേട്ടോ, ഇതങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ. അപ്പോഴ് ഞാൻ പോയിട്ട് വരട്ടെ, ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ, ഞാൻ രാത്രിയിൽ നോക്കാം, മെസ്സേജസിന് രാത്രിയിൽ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ.